എങ്ങോട്ടാണാവോ? കോടതിയിലേക്ക്. ആരുടെ വക്കാലത്താ ഈ കൈയിരിക്കുന്നത്? അതാരുടെയാണെന്ന് എനിക്കറിയാം. തങ്കച്ചിയുടെ അല്ലേ? ആ വക്കാലത്തെടുത്ത് നിന്നെ തീറ്റിപ്പോറ്റേണ്ട ഗതികളൊന്നും എനിക്കില്ല. അവരുടെ കേസ് എങ്ങാനും നീ വാദിച്ചൊന്നും ഞാൻ അറിഞ്ഞ പിന്നെ ഈ വീടിന്റെ പടി കയറാന്ന് നീ വിചാരിക്കണ്ട. വ്യക്തിവൈരാഗ്യവും കേസും രണ്ടല്ലേ? അങ്ങനെ വേണ്ടി അതിനെ കാണാൻ. പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, എന്താ ഓർക്കത്തെ? അതൊക്കെ ഓർത്തുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. പ്രൊഫഷണൽ എത്തിക്സിനെ കുറിച്ചൊന്നും നീ എന്നെ പഠിപ്പിക്കാൻ വളർന്നിട്ടില്ല. ഒരു വക്കീലിനെ വെക്കാൻ പോലും കാശില്ലാത്ത നിരവധി ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. 1 രൂപ പോലും ഫീസ് വാങ്ങാതെ നീ അവരുടെ കേസുകൾ വാദിക്ക്. അതില് ഒരു അന്തസ്സുണ്ടാവും. അല്ലാതെ പലിശയ്ക്ക് കൊടുപ്പും പിടിച്ചുപറിയും ഗുണ്ടായുസവുമായിട്ട് നടക്കുന്ന തങ്കച്ചിയെ പോലെയുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടിയല്ല നിന്നെപ്പോലൊരു ഫ്രഷ് വക്കീലൊക്കെ പ്രവർത്തിക്കേണ്ടത്. പ്രൊഫഷണൽ എത്തിക്സ് മാത്രം നോക്കിയാൽ പോരാ, ലൈഫിനൊരു എത്തിക്സ് ഉണ്ട്, അതും നോക്കണം. തങ്കച്ചിയുടെ കേസ് അറ്റൻഡ് ചെയ്യാനാണെങ്കിൽ നീ കോടതിയിലേക്ക് വരണ്ട, എനിക്കത് ഇഷ്ടമല്ല. പിന്നെ പ്രൊഫഷനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുക, എനിക്ക് വലുത് പ്രൊഫഷൻ അല്ല, ലൈഫാ. അത് പറഞ്ഞാ നിനക്ക് മനസ്സിലാവില്ല. കാരണം കാശിനാണല്ലോ നീയൊക്കെ പ്രാധാന്യം കൊടുക്കുന്നത്. നീ ഇന്ന് കോടതി പോണ്ട. പോയാലും തങ്കച്ചിയുടെ കേസ് നീ വാദിക്കില്ല. വാദിച്ച ഇന്നത്തോടെ തീരും നീയും ഈ വീടുമായിട്ടുള്ള ബന്ധം. അവൻ പറയുന്നതാണ് മോളെ ശരി. തങ്കച്ചിയെ പോലുള്ളവരുടെ കേസ് മോള് വാദിക്കാൻ പാടില്ല. നീതിയുടെയും സത്യത്തിന്റെയും ഭാഗത്തായിരിക്കണം നീ നിൽക്കേണ്ടത്, അല്ലാതെ അനീതിയുടെയും അധർമ്മത്തിന്റെയും ഭാഗത്തല്ല.